ഹൈക്കോടതി പറഞ്ഞത് ശിക്ഷിച്ചു തുടങ്ങണം, എന്നാൽ മാത്രമേ. ഹലോ ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. സ്ത്രീകളുടെ ഇടയിൽ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമത്തിന് കേസ് ഫയൽ ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇതേപോലെ കള്ള കേസ് ഫയൽ ചെയ്യുന്നവർക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ് കേരള ഹൈക്കോടതി. എന്താണെന്നല്ലേ, കേരള ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മാനേജറിനെതിരെ ലൈംഗിക അതിക്രമത്തിന് അവിടുത്തെ എക്സ് സ്റ്റാഫ്, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് കംപ്ലൈന്റ് കൊടുത്തതായിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്, ഈ മാനേജർ അവിടെയുള്ള ഒരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ വർക്ക് ശരിയല്ലാത്തത് കൊണ്ട് കമ്പനിയാണ് ആ ഒരു സ്ത്രീയെ അവിടുന്ന് പിരിച്ചുവിട്ടത്. എന്നാൽ ഇതിനെ തുടർന്ന് ഈ ഒരു സ്റ്റാഫ് ആയിട്ടുള്ള ഈ ഒരു സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മാനേജറിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഭീഷണി കേട്ടവർ തന്നെ ഈ മാനേജർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും. എന്നാൽ അത് അവർ സീരിയസ് ആക്കി എടുത്തിട്ടില്ല പോലീസുകാർ. എന്നാൽ ഈ ഒരു സ്ത്രീ, ഈ ഒരു എക്സ് സ്റ്റാഫ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അതിനുശേഷം ഈ ഒരു മാനേജർ ലൈംഗികമായി അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. അത് പോലീസ് സീരിയസ് ആക്കി കേസെടുക്കുകയും ഈ ഒരു മാനേജറിനെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മാനേജർ കേരള ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യുകയും ബെയിലിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാനേജർ അതിനോടൊപ്പം തന്നെ ഈ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഇതിന്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്, ലൈംഗിക അതിക്രമത്തിന് ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പ്രൊസീഡ് ചെയ്യാതെ അതിനെക്കുറിച്ച് ആദ്യം സ്റ്റഡി ചെയ്യുക. അത് ശരിയാണോ തെറ്റാണോ, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആദ്യം അറിയുക. അതിനുശേഷം അത് തെറ്റായിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ അപ്പോൾ തന്നെ ഒഴിവാക്കി വിടുന്ന പതിവാണ് പോലീസിനുള്ളത്. അതായത് പിന്നെ ആ കേസ് ഇല്ല, അത് ഒത്തുതീർപ്പാക്കി അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യാറ്. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. കാരണം അത് ഈ ഒരു വ്യക്തിക്ക്, അതായത് ആരോപിക്കപ്പെട്ട ആ വ്യക്തിയുടെ നീതി ഹനിക്കുന്നതിന് തുല്യമാണെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. ആ വ്യക്തിക്ക് അവിടെ നീതി കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു ഫേക്ക് കേസാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരാണോ കേസ് കൊടുത്തിട്ടുള്ളത് ആ കേസ് കൊടുത്ത വ്യക്തിക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയി ആ വ്യക്തിക്ക് തക്കതായിട്ടുള്ള പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ലൈംഗിക അതിക്രമത്തിന് ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ആവട്ടെ, ഭരണകൂടമാവട്ടെ, മീഡിയാസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി ആവട്ടെ, ഇവരൊക്കെ ആ സ്ത്രീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കാറ്. എന്നാൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കേസിനെ കുറിച്ച് നന്നായി പഠിച്ച് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം ഇത് ഫേക്ക് കേസ് ആണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീയെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ആ കള്ളക്കേസ്, കാരണം അങ്ങനെ വിടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഫേക്ക് കേസിന്റെ എണ്ണം അധികരിച്ചു വരുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കേസുകളിൽ, അതായത് റേപ്പോ അല്ലെങ്കിൽ ഇതേപോലെ ലൈംഗിക അതിക്രമ കേസുകൾ അധികവും ഫേക്ക് ആയിട്ട് വരാനുള്ള കാരണം അവരെ ശിക്ഷിക്കുന്നില്ല എന്നൊരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ശിക്ഷിച്ചു തുടങ്ങണം, എന്നാൽ മാത്രമേ ഈ ഫേക്ക് കേസിന്റെ എണ്ണം കുറക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് കേസ് ഫയൽ തന്നെ ചെയ്യണം, ഫേക്ക് കേസ് കൊടുത്തവർക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമെന്ന്. ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വിധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you.